നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹൗസ് ബോട്ട് ടെർമിനലാണ് അത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലാണ്. കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിൽ പുന്നമടയിൽ ഫിനിഷിംഗ് പോയിന്റിലാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹൗസ് ബോട്ട് ടെർമിനൽ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹൗസ് ബോട്ട് ടെർമിനലാണ്. നമ്മുടെ ഏകദേശം ഏതാണ്ട് 1500 ഹൗസ് ബോട്ടുകൾ 1500ഓളം ഹൗസ് ബോട്ടുകൾ ഇവിടെ കിടപ്പുണ്ട്. ഇതിന് പുറമേ തന്നെ നമ്മുടെ പള്ളാത്തുരുത്തിയിലുണ്ട് ഒരു 500 ഹൗസ് ബോട്ടിനടുത്ത് തന്നെ നമ്മുടെ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. പിന്നെ ഹൗസ് ബോട്ട് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമരകത്താണ്. കുമരകത്ത് നമ്മുടെ ഇവിടുത്തെ അത്രയും ഇല്ല ഹൗസ് ബോട്ട്. 500 ഹൗസ് ബോട്ടേ ഉള്ളൂ. അതും 2-3 സ്ഥലത്തായിട്ടാണ് ഹൗസ് ബോട്ട് കിടക്കുന്നത്. ആലപ്പുഴയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൗസ് ബോട്ട് ടെർമിനൽ സ്ഥിതി ചെയ്യുന്നത്, ഹൗസ് ബോട്ട് ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലുണ്ട്, കൊല്ലത്തുണ്ട്, നെടുമുടിയിലുണ്ട്, പള്ളാത്തുരുത്തിയിലുണ്ട്, കുമരകത്തുണ്ട്. ഇത്ര സ്ഥലത്താണ് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ടൂറിസത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടകമായ ഹൗസ് ബോട്ട് സ്ഥിതി ചെയ്യുന്നത് കിടക്കുന്നത്. ഇത് നമ്മുടെ പമ്പയാറിൻ്റെ തീരത്താണ് ഈ ഹൗസ് ബോട്ട് ടെർമിനൽ പണിഞ്ഞേക്കുന്നത്. ഇവിടാണ് വിഖ്യാതമായ നെഹ്റു ട്രോഫി വള്ളംകളി ഇവിടെയാണ് നടക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഹൗസ് ബോട്ട് കാണുന്ന സ്ഥലം ഫിനിഷിംഗ് പോയിൻ്റാണ്. ഇത് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് മുതൽ ഇങ്ങനെ അങ്ങ് കിടക്കുവാണ്. സ്റ്റാർട്ടിംഗ് പോയിൻ്റ് മുതൽ ഏതാണ്ട് 2-2.5 കിലോമീറ്ററോളം ഈ ഹൗസ് ബോട്ട് ടെർമിനൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമുണ്ട്. നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഫിനിഷിംഗ് പോയിന്റ് വരെ നമുക്ക് നടന്നെത്താനുള്ള ദൂരമുണ്ട്. ഈ സൈഡിൽ കിടക്കുന്ന എല്ലാം ഹൗസ് ബോട്ടുകളാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഹൗസ് ബോട്ട് ബുക്ക് ചെയ്യേണ്ടി വന്നെന്ന് പറഞ്ഞാലും നമുക്ക് ആലപ്പുഴയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെന്ന് നമുക്ക് ഇഷ്ടമുള്ള രീതിക്കുള്ള വള്ളം, അപ്പർ ഡെക്ക് വേണോ, സിംഗിൾ ബെഡ് വേണോ, 3 ബെഡ് വേണോ, 5 ബെഡ് വേണോ, ഏത് രീതിക്കുള്ള ഹൗസ് ബോട്ടും നമുക്ക് ആലപ്പുഴയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ടെർമിനലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തപ്പിയെടുക്കാൻ പറ്റും. അതാണ് നമ്മുടെ ആലപ്പുഴയിലുള്ള ഹൗസ് ബോട്ട് ടെർമിനലിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ബുക്ക് ചെയ്ത് വരുന്നവരുണ്ട്. ഇപ്പോൾ ഈ കിടക്കുന്ന വള്ളമെന്ന് പറഞ്ഞാൽ 7-8 ബെഡ്റൂമിൻ്റെ വള്ളമാണിത് ഈ കാണുന്നത്. 10 ബെഡ്റൂം വരെ, 10ഉം 20ഉം ബെഡ്റൂം വരെയുള്ള ഹൗസ് ബോട്ടുകൾ നമ്മുടെ ആലപ്പുഴ ടെർമിനലിൽ കിടപ്പുണ്ട്. 2 ബെഡ്റൂമിൻ്റെ വള്ളമുണ്ട്, 5 ബെഡ്റൂമിൻ്റെ വള്ളമുണ്ട്, സിംഗിൾ ബെഡുണ്ട്, അപ്പർ ഡെക്കുള്ള വള്ളമുണ്ട്. പിന്നെ അതുപോരാഞ്ഞ് ചെറിയ ശിക്കാര വള്ളങ്ങളുണ്ട്. ഇതിനും നമ്മുടെ ഈ ആലപ്പുഴ ഫിനിഷിംഗ് പോയിൻ്റ് സ്ഥിതി ചെയ്യുന്ന ഈ ടെർമിനലിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കിടക്കുന്നതുണ്ടോ 20 ബെഡ്റൂമിൻ്റെ വള്ളങ്ങളാണ്. 20, 15, 10 ബെഡ്റൂമിൻ്റെ വള്ളങ്ങളാണ് നമ്മുടെ ഇവിടെ ഈ ഫിനിഷിംഗ് പോയിൻ്റ് കിടക്കുന്നത്. കണ്ടോ, എല്ലാം വലിയ വലിയ വള്ളങ്ങളാണ്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹൗസ് ബോട്ട് ഓണേഴ്സുമായിട്ട് നമുക്ക് സംസാരിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട വള്ളത്തിൽ കയറി പോകാനുള്ളൊരു സൗകര്യങ്ങൾ കൂടെയുണ്ട് ഇവിടെ നമ്മുടെ ഈ ടെർമിനലിൽ വന്നു കഴിഞ്ഞാൽ. ഒത്തിരി ആളുകൾ ബുക്ക് ചെയ്തും വരുന്നുണ്ട്, ബുക്ക് ചെയ്യാതെയും വരുന്നുണ്ട്. അല്ലാതെ നമ്മുടെ ഈ ഏജൻറ്റുമാർ മുഖേന വരുന്ന ആളുകളുമുണ്ട്. ഒത്തിരി ആളുകളുണ്ട്. അതാണ് നമ്മുടെ ഈ ആലപ്പുഴ ഹൗസ് ബോട്ട് ടെർമിനലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ചീപ്പ് റേറ്റ് വള്ളങ്ങളും കിട്ടും, നല്ല സ്റ്റാൻഡേർഡ് വള്ളങ്ങളും കിട്ടും. 5 സ്റ്റാർ ഡീലക്സ് വരെയുള്ള വള്ളങ്ങൾ നമ്മുടെ ആലപ്പുഴ ഫിനിഷിംഗ് പോയിന്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. നമുക്ക് ഹൗസ് ബോട്ടിൽ പോകാൻ താല്പര്യമുള്ളവർ കൂടുതലും സഞ്ചാരികൾ ഈ ഫിനിഷിംഗ് പോയിന്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ബെഡ്റൂമിൻ്റെ വള്ളം വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് വന്ന് ബുക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. നേരത്തെ ബുക്ക് ചെയ്യണമെന്നൊന്നുമില്ല, നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മതി. കൂടുതലും ഏജൻറ്റുമാരുണ്ട്, അല്ലാതെ ഡയറക്റ്റ് ബുക്ക് ചെയ്യുന്നവരുണ്ട്, അല്ല ഗവൺമെൻറ്റിൻ്റെ ബുക്കിംഗ് ഉണ്ട്. ഒത്തിരി ഇവിടെ നമ്മുടെ ഈ ഫിനിഷിംഗ് പോയിൻ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിനിഷിംഗ് പോയിൻ്റ് മുതൽ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് വരെ വള്ളങ്ങളിങ്ങനെ കിടക്കുകയാണ് നിരനിരയായിട്ട്. ഈ വള്ളങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട വള്ളത്തെ കയറി നമുക്ക് പോകാനുള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ട്. ഞാനൊരു 15 വർഷക്കാലം ഈ ഹൗസ് ബോട്ട് മേഖലയിൽ വർക്ക് ചെയ്തതായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കറക്റ്റായിട്ട് ഈ ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്യുന്നത്. ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ടിപ്പോൾ ഒരു ഹൗസ് ബോട്ടിൽ കയറാൻ വരുന്ന ഒരാളുകൾക്ക് ഇതൊരു ഗുണപ്രദമാകുമെങ്കിൽ
ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ ഇത് ഈ കാണുന്ന പാലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുന്നമട പിന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഇപ്പം പണി തീരാറായിക്കൊണ്ടിരിക്കുന്ന ഒരു പാലമാണ് അക്കരെ ഇക്കരെ. ഇതിനപ്പുറയോട്ടും ഇങ്ങനെ ഹൗസ് ബോട്ട് ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ കൂടുതലും ആളുകൾക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് വരുന്ന ആളുകൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു ഹൗസ് ബോട്ട് വേണമെന്ന് വിചാരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബുക്ക് ചെയ്ത് ഇവിടെ വന്ന് കയറി പോകുന്നതാണ്.